മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയോട് വിളിച്ചിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ആദർശം നയനയൊക്കെ വന്നു പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ അബി നേരിട്ട് അവരുടെ കയ്യിൽ പോയിട്ട് അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവള് കൈയും കാലും ചലിപ്പിക്കുകയോ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം, എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ആദർശാണെങ്കിലും നയനോട് പറയുന്നുണ്ട്, ഞാനും അവിടെ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, എന്തായാലും അവളുടെ വീടിന് ചുറ്റും CCTV ക്യാമറയുണ്ട്, എന്ത് സംഭവിച്ചാലും ഞാൻ അറിയുമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ CCTV ഉള്ള കാര്യം നമ്മുടെ അബിക്ക് അറിയില്ലല്ലോ. അബി അവിടെ ചെന്ന് രാവിലെ തന്നെ നമ്മുടെ അനഘയോട് കുറെ ദേഷ്യപ്പെട്ടാണ് വന്നത്. നിന്റെ കൈയോ കാലോ എന്തെങ്കിലും നീ ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ അവസാനിച്ചെന്ന് കരുതിയാൽ മതി, അപ്പോൾ തന്നെ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 തവണ അനഘേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യമൊക്കെ അബി പറയുന്നുണ്ട്. അങ്ങനെ അബി അതിനുശേഷം അവനെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് നയന ആദർശോട് പറയുന്നുണ്ട്, ഞാനൊന്ന് കുട്ടിയെ കൊണ്ട് പോയിട്ട് വരാം, കാണിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോയി കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞാണെങ്കിൽ അവളോട് ഒരുപാട് അടുക്കുകയും ഒരുപാട് കെട്ടിപ്പിടിക്കുകയും ഉമ്മോടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അനഘയുടെ അവസ്ഥയിൽ നയനയ്ക്ക് നല്ല സങ്കടമുണ്ട്. ആ നിൽക്കുന്ന സ്ത്രീയോടും നയന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. കുറെ നേരം ഇരുന്ന് അനഘയോട് സംസാരിക്കുകയും കുട്ടിയോട് തിരുത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നയന പിന്നെ തിരികെ വരുന്നത്. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിലും നയന അവളെയും കൊണ്ട് അനഘയുടെ അടുത്തേക്ക് പോകും കേട്ടോ. കാരണം അവളുടെ അമ്മേനെ കാണണമല്ലോ. അനഘയ്ക്കാണെങ്കിലും മനസ്സിന്റെ ഉള്ളിനുള്ളിൽ മോളെ കാണണമെന്നൊരു ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നയന അത് പരിഗണിച്ചുകൊണ്ട് എപ്പോഴും ആ കുട്ടിയെ കൊണ്ട് പോകാറുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം വിളിച്ച് ആ ഗുണ്ടകള് അപ്പോൾ തന്നെ ഇവനെ അറിയിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രിയാവാണ്. രാത്രിയിലാണേൽ ആ 2ാമത്തെ നിലയിൽ അവിടെ നിന്നുണ്ട് അബി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവരുടെ മുറിയിലേക്ക് കിടക്കാനായിട്ട് പോകായിരിക്കും. ഈ സമയത്താണ് അബി ഈ രാത്രിയിലിരുന്ന് ഫോൺ ചെയ്യുന്നത് കാണുന്നത്. അല്ല, അവൻ ആരീ ഫോൺ ചെയ്തതെന്ന് മുത്തശ്ശൻ ചോദിക്കാറ്. മുത്തശ്ശി പറയുന്നുണ്ട്, ആരെയാണെന്നൊന്നും അറിയില്ല, എപ്പോഴും ഇപ്പൊ ഫോൺ വിളിയാ, മാറി തിരിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന കാണാം. അല്ല നവിമോളെ ഇതൊന്നും ചോദിക്കാറില്ലേ? ആ കുട്ടി എന്ത് ചെയ്യാനാ, അവളെ കാണാതാണ് എല്ലാ പരിപാടിയും. ഇവന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാണല്ലേ, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നവി ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാ എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇവന് വിശ്വാസമൊന്നുമില്ലെന്ന് മുത്തശ്ശനും പറയാണ്. കാരണം ഇവനും പണ്ട് ഇവന്റെ അമ്മയും ഇവനും ഒക്കെ എന്തെങ്കിലും കാര്യസഹായത്തിനാണ് പരസ്പരം ആളുകളെ സ്നേഹിക്കുന്നത്. ഇവനിപ്പോ എന്തെങ്കിലും കാര്യസാധനം എന്ന് പറയാൻ സാധിക്കില്ലെന്ന് മുത്തശ്ശൻ പറയാണ്. പാവം ആ നവീമോള് കുഞ്ഞിനെ കൊണ്ടൊന്ന് കയറിയിരിക്കാം, ഇനിയെങ്കിലും ചതിക്കാതെ അവൻ അവളെ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അബി സംസാരിക്കുന്നത് ഇവര് കേൾക്കാനിടയാവുന്നത്. അബി വിളിക്കുന്നത് ആ റൗഡിയാണ് കേട്ടോ. റൗഡിയോട് പറയുന്നുണ്ട്, പിന്നെ എപ്പോഴും നിങ്ങളൊരു കണ്ണ് അവിടെ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദർശോ നയനയോ മുത്തശ്ശനോ ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്നാൽ നിങ്ങളൊരു കണ്ണ് വേണം. ആ നയന അവളെ തീർക്കാൻ പോവാ, അവളിനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവളാണ് വല്യമ്മയോടെല്ലാം എല്ലാ കേസും പറഞ്ഞത്. ഇത്രയും ദിവസവും ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരെയും. അങ്ങനെ പറഞ്ഞ ക്യാഷ് മേടിച്ചുകൊണ്ടിരുന്നത് എല്ലാം അവൾ അവസാനിപ്പിച്ചു. അതിന്റെ പേരും പറഞ്ഞ് ഇനി ആരും ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവൾ എല്ലാവരോടും പറഞ്ഞു. ഇപ്പൊ ആദർശിന് എന്നോട്ടും പേരില്ലെന്ന് അഭി പറയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ മുത്തശ്ശനും. അബി പറയുന്നുണ്ട്, എന്തായാലും ആരും ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങോട്ട് തന്നെ പോട്ടെ, എന്തായാലും ഇതിനെല്ലാം ഞാൻ ആദർശം തല്ലി തന്നെ വെച്ചു കൊടുക്കും. അപ്പോഴേക്ക് റൗഡി ചോദിക്കുകയാണ്, അല്ല സാറേ, DNA ടെസ്റ്റിന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞു കേട്ടു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ? അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, DNA ടെസ്റ്റ് അല്ല മറ്റെന്ത് വന്നാലും ഞാൻ അതിനെയൊക്കെ പരിഹരിക്കും. കാരണം DNA ടെസ്റ്റിന് കൊടുത്താലേ അത് മാറ്റിവെക്കാനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് എന്നിട്ട് ഞാൻ ആദർശം തല്ലി തന്നെ ആക്കും. ഇപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിശ്വാസം, അവന്റെ അമ്മയ്ക്കും മുത്തശ്ശനും എല്ലാവർക്കും. ആ വിശ്വാസം ഒന്നാണെങ്കിൽ ഞാൻ ഇല്ലാതാക്കാൻ പോവാ. DNA ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ തന്നെ നിർബന്ധിക്കാൻ പോവാ. അങ്ങനെ നിർബന്ധിച്ച് എന്റെയും അനിയുടെയും ആദർശ സാമ്പിളുകൾ ഞങ്ങൾ കൈമാറും. അവസാനം എല്ലാരും ഞെട്ടാൻ പോവാ. ആദർശം തന്നെ ആയിരിക്കും ആ കുട്ടീന്ന് എല്ലാവരും അറിയും, ഞാനത് ചെയ്യും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്തായാലും എന്റെ കുട്ടിയാണെന്നുള്ളവരും ആരും അറിഞ്ഞിട്ടില്ല. ആനയ്ക്ക് എങ്ങാനും കയ്യോ കാലോ ചലിപ്പിച്ച അപ്പൊ തന്നെ അവളങ്ങ് തീർത്തേക്കണം. ഒരു നിമിഷം പോലും അവളെ ജീവനോട് വെച്ചേക്കാൻ പാടില്ല. അവൾ ജീവനോടിരുന്നാലേ എന്റെ എല്ലാ കളികളും പൊളിയും, എന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. പിന്നെ ഒരിക്കലും എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നിങ്ങൾക്കറിയാലോ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ആകപ്പാട് ഷോക്കായി നിൽക്കുകയാണ് മുത്തശ്ശിയും പിന്നില്. അബി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്,
അനക്ക എങ്ങാണം ഒന്ന് വിരലനക്കിയാൽ ആ നിമിഷം ഇല്ലാതാക്കിക്കോണം. പിന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിക്കോണം. അല്ലെങ്കിൽ അവർക്കിട്ട് ഒരെണ്ണം കൊടുത്താലേ ഒരു മോഷണ ശ്രമമാണ് നമുക്ക് വരുത്തി തീർക്കാം. അവരെയും തട്ടി ആ പെണ്ണെ തട്ടിയേക്ക്. പിന്നെ ഒരിക്കലും അവൾ വാ തുറന്ന് പറയാൻ പാടില്ല. DNA ടെസ്റ്റിൽ പോലും ഞാൻ ചന്തമോളെ ആദർശിന്റെ കുട്ടിയാക്കും. പിന്നെ ഒരിക്കലും ആരും ഒന്നും അറിയില്ല. എന്നിട്ട് വേണം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടി എൻ്റെ ജീവിതത്തിന് ഒഴിവാക്കാൻ. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കാശുകാരി പെണ്ണെ കിട്ടി സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് മുത്തശ്ശിയും പിന്നാലെ. മുത്തശ്ശിക്കാണെങ്കിൽ ആകെപ്പാട് ചങ്ങടിപ്പുഴയോട് നിൽക്കുകയാണ്. കാരണം ആ സ്ത്രീയെയും ആ അനഘേനെ കൊല്ലാനാണ് അവൻ പറയുന്നത്. സ്വന്തം കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ നവ്യരെ കുഞ്ഞിനെ ഒഴിവാക്കാനും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് മുത്തശ്ശിയൊക്കെ. അങ്ങനെ പറഞ്ഞ് ഫോൺ കിട്ടാക്കിയിട്ട് ആ അഭി തിരിഞ്ഞു നോക്കുന്നത് മുത്തശ്ശിനെ ആയിരിക്കും. ഇത് കണ്ടപാടെ അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൻ ആഹാ മുത്തശ്ശിനോ കിടക്കാൻ വന്നാണോ? അല്ല എപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ നീ ഫോൺ ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ വന്നു. എടാ നീയായിരുന്നല്ലേ അപ്പം ചന്തമ്മോട് അച്ഛനെന്ന് ചോദിച്ചുകൊണ്ട് അബീനെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിക്കുകയാണ് മുത്തശ്ശൻ. അബി പറയുന്നുണ്ട് ഞാനോ? എന്തൊക്കെയാ മുത്തശ്ശിയെ പറഞ്ഞേ? ഞാനൊന്നും അല്ല. വേണ്ടടാ നീ മിണ്ടണ്ട, നീ ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം കേട്ടു. നീ ആ റൗഡികളെ വിളിച്ചിട്ട് അനഘയുടെ കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്നും അത് ആദർശിന്റെ തലയിലാക്കുമെന്നും അനഘനെ ആ സ്ത്രീയെ കൊല്ലാൻ പറഞ്ഞതും നിന്റെയും ഭാര്യനെ മോളെ ഒഴിവാക്കുന്നു പറഞ്ഞെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവി പറഞ്ഞിട്ട് മുത്തശ്ശ അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്ത് ചുമ്മാ പറഞ്ഞു? നീ വിളിച്ച് നിന്റെ ഫോണിൽ കൂടി ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് ചുമ്മാ ഒന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. നീ മനഃപൂർവ്വം ആദർശിനെ കരുവാക്കിയതാണല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ അല്ല, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. മതിയടാ, നിർത്തടാ, നിന്റെ കളത്തിലൊന്നും ഇനി എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണ് തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടുകൊണ്ട് ബാക്കി എല്ലാവരും ചാടി എഴുതിട്ട് വരുന്നുണ്ട്. ആദർശ് മുത്തശ്ശനെ പിടിക്കുകയാണ്. എന്താ മുത്തശ്ശ, എന്താ ഇത്? എന്തിനായിട്ട് തല്ലുന്നത്? തല്ലുമല്ല, ഇവനെ കൊല്ലോ വേണ്ടത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജി ഓടി വരുന്നുണ്ട്. മുത്തശ്ശ എന്തിനാ എന്റെ മോനെ എന്നോട് പട്ടിത്തലന്ന് തല്ലുന്നത്? അപ്പോഴേക്കും പറയാണ് നിന്റെ മോനെ തല്ലി കൊല്ലാൻ പോവാ ഞാന്. ഇനി നീ ഒരിക്കലും നിന്റെ മോനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവി എന്നിട്ട് മുത്തശ്ശ എന്താ മുത്തശ്ശ ഈ കാണിക്കുന്നേ? എന്തിനാ അബിയെ തല്ലുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നവി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശനോട് മേളിൽ നിന്ന് കൈയെടുക്കുന്നുണ്ട്. നവി ചോദിക്കുകയാണ് എന്താ മുത്തശ്ശ, ഇപ്പൊ അവൻ നല്ല സ്വഭാവത്തിലല്ലേ? അവൻ എല്ലാരും സ്നേഹിക്കുന്നുണ്ട്, എന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്നേ. പിന്നെ എന്തിനാ മുത്തശ്ശ അവനെ ഉപദ്രവിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവി പറയുന്നുണ്ട് വേറൊന്നുമല്ല നവിയെ, ആദർശ് നിലയില്ല, ആദർശാണല്ലോ ഇപ്പൊ ചന്തുവാട് അച്ഛൻ, അത് എന്റെ നിലയിലാക്കാൻ ശ്രമിക്കുക എല്ലാരും കൂടി എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ അബിയെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അബി പറയുന്നുണ്ട് ഞാനല്ല ഒരിക്കലും, ആ ചന്തുമാട് അച്ഛൻ ആദർശ് തന്നെയാ, എന്നിട്ട് എല്ലാവരും കൂടി എൻ്റെ തല്ലിൽ അടിച്ചാക്കാൻ ശ്രമിക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യമോളെ നീ അകത്തേക്ക് കയറിപ്പോ. ഇല്ല മുത്തശ്ശ, എനിക്ക് സത്യങ്ങൾ അറിയണം, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോ ഞാനും മുത്തശ്ശിയും ഇവിടെ നിൽക്കായിരുന്നു, ഈ സമയത്ത് അവൻ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ചന്തുമോട് അച്ഛൻ ഇവനാണെന്നുള്ള കാര്യം 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവന് പറ്റിയൊരു അബദ്ധമാണത് അനഘ. അത് മാത്രമല്ല ഇവന് കുറെ പെമ്പിള്ളേരോട് ബന്ധം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പലതിലും പല കുട്ടികളും കാണും, ഇങ്ങനെ ഓരോരുത്തർ ഓരോ മാസം കഴിയുന്നതോറും വരുമായിരിക്കും അല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അബി എന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അബിയുടെ ഫോൺ പിടിച്ചു വഴിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോഴേക്കും ആയിരിക്കും അനഘയുടെ ഫോണിലേക്ക് അവരയച്ച ചാറ്റും മെസ്സേജും എല്ലാം കാണുന്നത്. അപ്പോഴേക്കും ആദർശ് എല്ലാവരും പൊക്കി കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും കാലം എന്നെ കരുവാക്കി ഇവൻ രക്ഷപ്പെടുകയായിരുന്നു, ഇവന്റെ കുട്ടിയാണ് ചന്തുമോൾ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആരും ഒന്നും അറിയിക്കാതെ അവൻ നമ്മളെ ചതിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവി പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് ചന്തുമോൾ അച്ഛൻ, എന്ത് വേണം എല്ലാവർക്കും പറ, എന്നെ ഇവിടെ ഇറക്കി വിടണോ? എന്നെ ഇറക്കി വിട്ടോ, അങ്ങനെ ഇവളും ഇവളുടെ കുഞ്ഞും വഴിയാതരാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട, ഇവനെ ഇപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട് എന്തായാലും 5 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് പറ്റിയ തെറ്റാണ് ചന്തുമോള്, അത് നീ അംഗീകരിച്ചല്ലോ, അത് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും. ചന്തുമോള് ഇവിടുത്തെ കുഞ്ഞായിട്ട് തന്നെ വളരും, നിന്റെ മകളായിട്ട് തന്നെ വളരും. ആ അനഘ എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും അറിയില്ല, അവൾ ആ വീട്ടിൽ തന്നെ അങ്ങനെ തന്നെ ജീവിക്കട്ടെ, അവൾക്ക് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തും കൊടുക്കും. നവ്യക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടുവാണ്. നയനെ പറയുന്നുണ്ട് എന്താ ആവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നവ്യച്ചയ്ക്ക് ഇത് എങ്ങനെ സഹിക്കാനാവും എന്ന് പറഞ്ഞിട്ട് നയന അകത്തേക്ക് കയറി പോവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് നീയും നിന്റെ മകനും കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും കാലം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്,
എത്രയൊക്കെ ആയാലും നീയും പഠിക്കില്ല, നിന്റെ മകനും പഠിക്കില്ല. പറഞ്ഞു പറഞ്ഞു മടുത്തു. ദാ ഇപ്പോ നവീനെ ഇനി എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. അനഘാതെ പറ പെങ്ങളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചത് നിന്റെ മകനാ. അത്രയും കാലം അവൾ ആ കുട്ടിയെ കൊണ്ട് ഒറ്റയ്ക്കവിടെ ജീവിക്കായിരുന്നു. ഇപ്പൊ മരണത്തോട് മരിച്ച് കിടക്കുമ്പോൾ പോലും നിന്റെ മകന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അബിയുടെ തലകുണിച്ച് നിൽക്കുമ്പോഴേക്കും പോയി ജലജ അവന്റെ കർണക്കുട്ടി അടിക്കുന്നുണ്ട്. എന്താടാ ഇതൊക്കെ? നിനക്കൊരു അബദ്ധം പറ്റിയെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും വിടമ്മ അങ്ങോട്ട്. അമ്മ തന്നെയല്ലേ ചെറിയ കാലം എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഒരു കാശുകാരെ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ എല്ലാവരും പറ്റിച്ചു. ഒരു കാശുകാരെയും എനിക്ക് കിട്ടിയില്ല. കിട്ടിയതോ ആ നവിയെ പോലെ ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു ദരിദ്രവാസീനെ എന്ന് പറയുന്നുണ്ട്. ഇതും കയറുണ്ട് അകത്തോടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് നവ്യ. അപ്പോഴേക്കും അങ്ങോട്ടേക്കും മുത്തശ്ശിയെല്ലാം ചെല്ലുന്നുണ്ട്. നവിയോട് പറയാണ്, മോളെ അവൻ പറയുന്നത് കാര്യമാക്കണ്ട, അവന്റെ സ്വഭാവം മോക്കറിയാലോ, കാശ് മാത്രം മതി അവനെന്ന് പറയുമ്പോഴേക്കും നവി പറയാണ്, മുത്തശ്ശ കഴിഞ്ഞ 3-4 മാസമായിട്ട് അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ സ്നേഹമൊക്കെ സത്യമാണെന്ന് ഞാൻ കരുതിയത്. ഓരോ തവണ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലും സമ്മാനാക്കിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കണ്ട് ഞാൻ വിശ്വസിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഇനി ഞാനും എൻ്റെ കുഞ്ഞും എന്താ മുത്തശ്ശ ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മാതശ്ശി പറയുന്നുണ്ട്, നവ്യ എന്തായാലും അത് അവന് വിവാഹത്തിന് മുമ്പ് പറ്റിപ്പോയ അബദ്ധമാണ്. അതുകൊണ്ട് നീ അത് ക്ഷമിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ചന്ദമോള് ഒരു പാവം കുട്ടിയാ. ആ കുട്ടി എന്ത് ചെയ്യാനൊക്കും? അവളുടെ അമ്മ ഇപ്പം മരണത്തോട് മല്ലടിച്ച് കിടക്കാം. ഏത് നിമിഷവും ആ കുട്ടി മരിക്കും. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാധ്യത വരണമെന്ന് ആ കുട്ടി ആഗ്രഹിച്ചതല്ല. പക്ഷേങ്കിൽ വിധി അങ്ങനെ ആക്കായിരുന്നു. അതുകൊണ്ട് നീ എല്ലാം ക്ഷമിച്ച് അബിയെ കുഞ്ഞിനെ സ്വീകരിക്കണം, ആ ചന്ദമോളെ സ്വീകരിക്കണം. അബിയെ സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അവൻ എങ്ങനെയോ ജീവിച്ചു പോട്ടെ. പക്ഷെ ചന്ദമോളെ അവളെ നീ കൈവിട്ട് കളയരുത്. അവളെ നിന്റെ മൂത്ത മോളാക്കി വളർത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവിയുടെ അടുക്കിലേക്ക് ആ ചന്ദമോള് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോ ആദർശങ്ങളല്ലേ എന്റെ അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, ആദർശ് മോളുടെ വല്യച്ഛനാ. ഈ അബിയുണ്ടല്ലോ, അബിയ മോളുടെ സ്വന്തം അച്ഛൻ. ഈ കാണുന്ന നവിയമ്മയുണ്ടല്ലോ, നവിയമ്മയാണ് മോളുടെ സ്വന്തം അമ്മ. അല്ല, എൻ്റെ അമ്മ അനഘാമയ. എനിക്ക് അമ്മയടുത്ത് പോയാൽ മതി, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും നയനെ പറഞ്ഞുണ്ട്, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അനഘ മോളുടെ അമ്മ തന്നെയാ. അല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ നവിയാമ്മയും നയനാമ്മയും ഈ ദേവിയാനും വല്യമ്മയും എല്ലാവരും എൻ്റെ മോക്കുള്ളവർ തന്നെയാട്ടോ. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന് നയനെ പറയുന്നുണ്ട്. ചന്ദമോള് പേടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നവിക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. നവി ചന്ദമോളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരുന്നുണ്ട്. സാരമില്ല, മോള് വിഷമിക്കണ്ട. മോളുടെ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാ. അതുകൊണ്ട് മോളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഈ അമ്മയുണ്ട് ഇനിമോൾ മോൾക്ക്, മോളുടെ അനിയനാ ഈ കിടക്കുന്നതെന്നൊക്കെ നവി പറയാണ്. അങ്ങനെ നയനയും മാതൃശയൊക്കെ എന്തിടന്നറിയാതെ ആ പടവലത്തെ വിഷമത്തിലായിരിക്കാണ്. പക്ഷെങ്കിൽ നവ്യ അവളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവൾക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, നീ നിന്റെ അമ്മ എവിടുന്ന് എന്ന് പറയാണ്. ജല ചോദിക്കാണ്, അച്ഛ ഞാനെന്ത് തെറ്റാ ചെയ്തത്? ഇവൻ ചെയ്ത തെറ്റ് 5 വർഷങ്ങൾക്ക് മുമ്പല്ലേ, ഇപ്പൊ ഇവൻ ചെയ്ത് തെറ്റില്ലല്ലോ. ആ സമയത്ത് അവനങ്ങനെ അബദ്ധം പറ്റിപ്പോയി, അത് ക്ഷമിച്ചൂടെ? ആ സമയത്ത് മാത്രമല്ലല്ലോ, ഇപ്പൊ പോലും ഇവൻ അനഘയെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു, അനഘനെയും ആ കൂടുന്ന സ്ത്രീയും. അത് മാത്രമല്ല, നയനെ ഇല്ലാതാക്കണമെന്നും ഇവൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാരെയും കൊല്ലാൻ മനസ്സിലവൻ ഒരിക്കലും ഇവിടെ ജീവിക്കേണ്ട. ഇവിടെ ഇപ്പൊ 2 കുട്ടികളുള്ളതാ. ആ കുട്ടികൾ ഇവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇവനോട് നിൽക്കാൻ പാടില്ല. ഇവൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇവന് എന്റെ സ്വത്തിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ഞാൻ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അബിയോടുന്ന ട്രാക്ക് മാറ്റാണ്. മുത്തശ്ശ എനിക്ക് അബദ്ധം പറ്റിപ്പോയാൽ എന്നോട് ക്ഷമിക്കണം. അനഘനെ 5 വർഷം ഞാൻ സ്നേഹിച്ചതാ. പക്ഷെ ഇങ്ങനെ അബദ്ധം സംഭവിക്കുന്ന ഞാൻ കരുതിയില്ല. അങ്ങനെ അവളുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ഇപ്പൊ വരുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇപ്പോൾ വന്നപ്പോഴാണെങ്കിലോ എനിക്ക് നവ്യ ഭാര്യയായിട്ടും എൻ്റെ മോനും ഉണ്ട്. ആ സമയത്ത് ഞാൻ അവളെ സ്വീകരിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഒരിക്കലും ഞാൻ അവളെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞത്. ആ സമയത്താണ് അനഘ മരിക്കുന്ന ആ ഒരു സന്ദർഭം ഉണ്ടായത്. അപ്പോഴേക്കും നവ്യ പ്രസവിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ മോനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഞാൻ അതൊന്നും ഏറ്റു പറയാതിരുന്നത്. ആദർശം നിലയിലാക്കിയതും അതുകൊണ്ടാണ്. ആദർശം തെറ്റിയില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. മുത്തശ്ശൻ ചന്ദമോളെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നവ്യ എന്നിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ മുത്തശ്ശ ഞാൻ കാരണം പറയാതിരുന്നതൊക്കെ. ആബി ഒരു കള്ളത്തരം പറയുന്നുണ്ട്. ഇതൊക്കെ മുത്തശ്ശനും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നവ്യയുടെ ജീവിതത്തെ എല്ലാം വിശ്വസിച്ച പോലെ അഭിനയിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരി, ഇനി ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നീ സമ്മതിച്ചോന്ന് ചോദിക്കുമ്പം, ഇല്ല മുത്തശ്ശ, ഒരിക്കലും അങ്ങനെ മിസ്റ്റേക്കിന് ഉണ്ടാവില്ല. ഞാൻ വാക്ക് തരാമെന്ന്
അബി ആണെങ്കിൽ പറയുന്നുണ്ട്. എന്നിട്ട് അബി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആദർശ് ചോദിക്കണം മുത്തശ്ശനോട്, മുത്തശ്ശ അവൻ പറഞ്ഞെല്ലാം മുത്തശ്ശൻ വിശ്വസിച്ചോ? ഒരിക്കലും ഇല്ലടാ, ഞാൻ വിശ്വസിച്ചില്ല. അവനിപ്പോ പറഞ്ഞതും എല്ലാം കള്ളം തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ എന്ത് ചെയ്യാനാ, നവിമോളുടെ ജീവിതമായി പോയില്ലേ, നമുക്ക് അവളുടെ ജീവിതം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശാന്തമോളും ദാ ഇപ്പൊ ഒരു കുഞ്ഞും കൂടി, നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നയനെ പറയാണ്, ഇപ്പൊ അവൻ പോയതുപോലും അടുത്തെന്ത് പ്ലാൻ ചെയ്യാൻ കരുതിയിട്ടായിരിക്കും മുത്തശ്ശ, അവനൊരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, അച്ഛാ ഒരവസരം കൂടി അവന് കൊടുക്ക്, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി അവൻ ഒരു തെറ്റും ചെയ്യില്ല. ചന്തമോളും ആ കുഞ്ഞിനെയൊക്കെ അവൻ സ്നേഹിച്ചോളും, നവയെ സ്നേഹിച്ചോളും. ഇനി ഒരു തെറ്റും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നാളെ അവനെ ഞങ്ങൾ ബ്രാഞ്ച് ഏൽപ്പിക്കാനിരിക്കുകയായിരുന്നു. എന്തായാലും നന്നായി, കൂലിക്കാരനായിട്ട് തുടരാൻ തന്നെയാ അവന്റെ വിധി. എന്തായാലും നവയ്ക്കും കുഞ്ഞിനും ചന്തുമോക്കുള്ളതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ അവന്റെ ഒരാളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ കിടന്ന കൂലി തന്നെ അവന്റെ ധാരാളം, അത് മാത്രം മതി. അല്ലാതെ ബാക്കിയുള്ള ഇവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ആദർശ് പറയാണ്. അങ്ങനെ നവ്യാണെങ്കിൽ മുറിയിലിരുന്ന് വല്ലാണ്ട് കരയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, മോളൊരു കാശുകാരിലത്തോണ്ടായിരിക്കുമല്ലോ അവൻ ഇത്രയൊക്കെ തരം താഴ്ത്തുന്നത്. അതിനി ഒരിക്കലും ഉണ്ടാവില്ല. അവൻ ആവശ്യം കാശ. മുത്തശ്ശൻ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നേ? അത് പിന്നെ മോളുടെ പേരിലേക്ക് ഒരു വിഹിതം ഞാൻ എഴുതി വെക്കാൻ പോവാ. നവി പറഞ്ഞിട്ട്, വേണ്ട മുത്തശ്ശ, അത് വേണ്ട. അങ്ങനെ സ്വത്ത് കണ്ട് സ്നേഹിക്കുന്നതിന്റെ സ്നേഹമൊന്നും യഥാർത്ഥമല്ല, അതെല്ലാം കള്ളത്തരായിരിക്കും. ഒരുപക്ഷെ എന്നെ കൊന്നിട്ട് ആ സ്വത്ത് അടിച്ചു മാറ്റാൻ പോലും അവൻ മടിക്കില്ല. അതുകൊണ്ട് അത് വേണ്ട മുത്തശ്ശ. എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളവരല്ലേ നോക്കുന്നേ, അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു കുഞ്ഞും കൂടായി, ഇവിടെയുള്ളവരെന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. എനിക്കത് മതി. അബിയുടെ സ്നേഹമൊക്കെ കള്ളത്തിലാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ. ഒരിക്കലും ഞാൻ ഇനി അവന്റെ സ്നേഹത്തിനോട് പ്രതീക്ഷിക്കില്ല. ഇത്രയും കാലം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് സന്തോഷിച്ചു അവൻ മാറിയെന്ന് കരുതി. പക്ഷെ ഒട്ടും അവൻ മാറില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. പിന്നെ ചന്തുമോളുടെ കാര്യം അതോർത്ത് ആരും വിഷമിക്കണ്ട. ഒരിക്കലും അവളോട് ഞാൻ പോരുണ്ടാക്കിയോ വഴക്കുണ്ടാക്കിയോ ഒന്നും ചെയ്യില്ല. ആ കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കളാമെന്നും നവ്യ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടി മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. നിങ്ങളുടെയൊക്കെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സ്നേഹം മാത്രം മതി മുത്തശ്ശ എനിക്ക്, അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട എന്ന് നവി പറയാണ്.